ഫ്രണ്ട്സ്, മസിൽസ് ഡെവലപ്പ് ആവാൻ വേണ്ടി ഒരു ബോഡി ബിൽഡറാണെന്ന് കാണിക്കുവാൻ വേണ്ടി നല്ല ഫിസിക്കാണെന്നുള്ള ഫിറ്റ് ആണെന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് അറിയുമോ? പുഷപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട്. അതെന്താണെന്ന് അറിയുമോ? ഞാൻ 10 പുഷപ്പ് ചെയ്യും, 20 പുഷപ്പ് ചെയ്യും, 50 പുഷപ്പ് ചെയ്യും, 100 പുഷപ്പ് ചെയ്യും എന്നൊക്കെ വീരവാദം മുഴക്കുന്നു. എന്നിട്ട് അത് ചെയ്യുന്നു. പക്ഷെ ഇത് എണ്ണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുഷപ്പാണ്. ഈ പുഷപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പുഷപ്പുകൾ, ഇതിനെ വേണമെങ്കിൽ തട്ടിക്കൂട്ട് പുഷപ്പുകൾ എന്ന് പറയാം. ഇങ്ങനെയുള്ള പുഷപ്പുകൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ മസിൽസിലേക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. ഈ ഒരു തെറ്റ്, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ നിർത്തുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ഈ പുഷപ്പിലൂടെ ഉണ്ടാവുകയുള്ളൂ. അതായത് നിങ്ങൾ 50 പുഷപ്പ് ചെയ്തോ 100 പുഷപ്പ് ചെയ്തോ ഈ എണ്ണലും വീരവാദം പറയലും നിർത്തുക. നിങ്ങൾ 10 പുഷപ്പ് ചെയ്താൽ മതി, പക്ഷേ അതൊരു പുഷപ്പ് ആയിരിക്കണമെന്ന് മാത്രം. നിങ്ങൾ എന്താണ് കരുതിയത്? 50 പുഷപ്പ് ചെയ്തതുകൊണ്ടോ 100 പുഷപ്പ് ചെയ്തതുകൊണ്ടോ ഒക്കെ നിങ്ങളുടെ ബോഡിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നാണോ കരുതിയിരിക്കുന്നത്? എന്നാൽ അത് വെറും ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. നിങ്ങൾ എണ്ണി ചെയ്യുവാനുള്ള ഒരു കാര്യമല്ല പുഷപ്പ്, അത് ഫീൽ ചെയ്ത് ചെയ്യുവാനുള്ള ഒരു കാര്യമാണ്. അത് ബെനിഫിഷ്യലായിട്ട് ചെയ്യുവാനുള്ള കാര്യമാണ്. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പുഷപ്പ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ ഗൈസ്. വർക്കൗട്ടിനെ കുറിച്ച്, പുഷപ്പിനെ കുറിച്ച് തന്നെ നമ്മൾ ധാരാളം വീഡിയോസ് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്, കാലെങ്ങനെയായിരിക്കണം, പോസ്റ്റർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇതിന് മുൻപ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്, എത്ര അകലത്തിലാണ് വെക്കേണ്ടത്, ശരീരത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് കൈകൾ വെക്കേണ്ടത്, അതുപോലെ കാലുകളുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, കാല് നിലത്ത് ടച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ അബ്ഡോമൻ എങ്ങനെയായിരിക്കണം, അടിയിലേക്ക് തൂങ്ങി നിൽക്കുന്നത്, മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത്, ഇതിനെക്കുറിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ പുഷപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പും പറഞ്ഞു തന്നിട്ടുള്ള ട്രിക്കുകളാണ്, എന്നാലും ഓർമ്മിപ്പിക്കാം. ആദ്യം മുട്ടുകാലിൽ കുത്തി നിന്നുകൊണ്ട് പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉയരമുള്ളൊരു ബെഞ്ചോ തിട്ടോ അങ്ങനെ എന്തിലേലും കൈ കുത്തിക്കൊണ്ട് പുഷപ്പ് ചെയ്ത് ശീലിക്കുക. അതിനുശേഷം നിങ്ങൾ റെഗുലർ പുഷപ്പിലേക്ക് ഷിഫ്റ്റ് ആവുക. പിന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ മേലെ തന്നെ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ കയറ്റി വെച്ചിട്ടുള്ള പുഷപ്പുകൾ ചെയ്യുക. ഇങ്ങനെ ഹാർഡാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് റഫ് പുഷപ്പുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ തന്നെ നിങ്ങൾ വെയിറ്റ് കയറ്റി വെച്ചിട്ട് പുഷപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നിങ്ങൾ പുഷപ്പിന്റെ സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരികയും പുഷപ്പിൽ വെയിറ്റ് കൂടുതലായി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല സ്ട്രോങ് മസിൽസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. പലരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുഷപ്പിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരൽ മാത്രമാണ് നമ്മളുടെ ബോഡി ബിൽഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് കരുതിയിരിക്കുന്നു. എന്നാൽ പുഷപ്പ് എണ്ണം കൂട്ടി കൊണ്ടുവരാതെ തന്നെ നമുക്ക് 10 പുഷപ്പ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ ഒരു ഫിസിക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ പെർഫെക്റ്റ് സ്റ്റൈലിൽ 10 പുഷപ്പ് ചെയ്യുന്നതും നിങ്ങൾ അത്രയും ശ്രദ്ധിക്കാതെ 100 പുഷപ്പ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിൽ കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ആ 10 പുഷപ്പായിരിക്കും. അതുകൊണ്ട് ഒരുപാട് പുഷപ്പ് ചെയ്തു എന്ന് എണ്ണം കാണിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുക. ശരി, അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സമ്പന്നനായി മാറുവാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനായി നമ്മുടെ വരുമാനവും കൂടി മെച്ചപ്പെടേണ്ടത് ആവശ്യമാണല്ലോ. നിങ്ങൾ നിലവിലുള്ള വരുമാനം എങ്ങനെയാണ് കൂട്ടിയെടുക്കുക? അതറിയണമെങ്കിൽ ഈ ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന 4 തരം ആളുകളെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ 4 തരം ആളുകളെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഞാൻ ഈ 4ാമത്തെ ടോപ്പ് ലെവൽ ആളായി മാറുന്നത് എങ്ങനെയാണെന്നും പഠിച്ചെടുക്കണം. വരുമാനം ഉണ്ടാക്കുന്നതിൻ്റെ 4 വിദ്യകളും അതിലൂടെയുള്ള പ്രോഗ്രസ്സും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന പുസ്തകം. ഈ പുസ്തകം സമ്പന്നത ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഈയിടെ ഞാൻ കുക്കു FM-ൽ നിന്നും ഓഡിയോ ബുക്കായിട്ട് കേട്ടിരുന്നു. വളരെ വലിയ നിലവാരമുള്ള ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കുക്കു FM സജസ്റ്റ് ചെയ്യുകയാണ് ഈ പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട്. കുക്കു FM-ൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലുമുണ്ട്. കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. കുക്കു FM-ന്റെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് 399 റുപ്പീസാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ TGM 50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 199 റുപ്പീസിന് ലഭിക്കുന്നതാണ്. ഫലത്തിൽ ഒരു വർഷത്തിലേക്ക് ഒരു ദിവസം ഒരു 50 പൈസയോളം മാത്രം ചിലവാക്കിക്കൊണ്ടാണ് നിങ്ങൾ വലിയൊരു ഓഡിയോ ബുക്ക് ലൈബ്രറിയുടെ മെമ്പർ ആകുന്നത്. നിങ്ങൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും നോളജും നൽകുവാൻ വേണ്ടി വേറെ ഒന്നിൻ്റെയും സഹായം പിന്നെ നിങ്ങൾക്ക് വേണ്ടിവരില്ല. കാരണം കുക്കു FM നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. വളരെയധികം അറിവുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സ്വന്തമാക്കാം. ഇപ്പോൾ തന്നെ കുക്കു FM മെമ്പർഷിപ്പ് എടുക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമൻറ്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുക്കു FM വിസിറ്റ് ചെയ്യൂ. കം ബാക്ക് ടു ദ വീഡിയോ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പുഷപ്പിലൂടെ എങ്ങനെയാണ് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് എടുക്കുക, പുഷപ്പിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ മസിൽസ് ബിൽഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. പുഷപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് മുഴുവൻ നിങ്ങളുടെ ഷോൾഡറിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ കൈകളിലേക്കും ഷോൾഡറുകളിലേക്കും എല്ലാം ആ ലോഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മസിൽ എങ്ങനെയാണ് ഉണ്ടാവുക? നിങ്ങൾ എന്തോ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ളത് പോലെ ഒരു 10-20 പുഷപ്പ് അല്ലെങ്കിൽ 50-100 പുഷപ്പൊക്കെ പെട്ടെന്ന് ചെയ്തു പോയിട്ട് അതിൻ്റെ പോസ്റ്ററും അതിൻ്റെ രീതികളും ഒന്നും ശ്രദ്ധിക്കാതെ ലോഡ് കൈകളിലേക്ക് കൃത്യമായിട്ട് കിട്ടാതെ പുഷപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് യാതൊരു ഗുണവുമില്ല. പുഷപ്പ്
ചെയ്തു എന്ന പേരല്ലാതെ ഗുണമൊന്നുമില്ല. നിങ്ങൾക്കൊരു 100 പുഷപ്പ് അല്ലെങ്കിൽ 50 പുഷപ്പൊക്കെ എടുത്ത് കാണിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ട്രിക്ക് എന്താണെന്ന് അറിയുമോ? സ്പീഡിൽ പുഷപ്പ് ചെയ്യുന്നുള്ളതാണ്. സ്പീഡിൽ പുഷപ്പ് ചെയ്ത് തീർക്കുന്നതിലൂടെ പുഷപ്പിന്റെ ഗുണം തന്നെ ഇല്ലാതെയാവുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ പുഷപ്പിന്റെ ക്വാളിറ്റിയിലല്ല ശ്രദ്ധിക്കുന്നത്, പുഷപ്പിന്റെ ക്വാണ്ടിറ്റിയിലാണ്, നമ്പറിലാണ്, കൗണ്ടിലാണ് ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ അങ്ങനെ പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ബോഡി ഒന്ന് പമ്പാവും, നിങ്ങൾക്ക് നല്ലൊരു വാമപ്പ് ഫീലിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല രീതിയിൽ ഞാനിപ്പോൾ പുഷപ്പ് ചെയ്തു എന്ന്. പക്ഷേ പ്രശ്നം എവിടെ കിടക്കുന്നു വെച്ചാൽ, ഇത്രയും പുഷപ്പുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മസിലിന് വേണ്ട ഡെവലപ്മെന്റും ഷേപ്പും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുഷപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ടൈം പാസ് ചെയ്യാനോ മത്സരിക്കാനോ ഉള്ള സാധനമല്ല. പുഷപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഏറ്റവും നല്ലൊരു ജിം ടൂളാണ്. മറ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മസിൽ ഡെവലപ്മെന്റ് ട്രിക്കാണ് പുഷപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എണ്ണങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ വിടൂ. പുഷപ്പ് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് റെഗുലർ പുഷപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. റെഗുലർ പുഷപ്പിന്റെ ആ പോസ്റ്ററുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ രീതിയിൽ നിങ്ങളുടെ കൈകളും കാലുകളും എല്ലാം കൃത്യമായി വെച്ചുകൊണ്ട് റെഗുലർ പുഷപ്പിന് തയ്യാറാവുക. നിങ്ങൾ ഏത് തരം ബോഡി ബിൽഡിംഗ് പ്രാക്ടീസുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അത് പുഷപ്പാണെങ്കിലും പുള്ളപ്പാണെന്നുണ്ടെങ്കിലും ജിമ്മിലാണെന്നുണ്ടെങ്കിലും എന്ത് തരം വർക്കൗട്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെമ്പോ. ടെമ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ചെയ്യുന്നതിന്റെ സ്പീഡാണ്, അതിന്റെ റിതമാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ താളമുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ സ്പീഡുണ്ടല്ലോ, അതിൻ്റെ ഒരു വഴക്കമുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ടെമ്പോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുഷപ്പ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, പൂർണ്ണമായിട്ടും ഫുൾ ഫാസ്റ്റ് ആയിട്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര സ്പീഡിൽ പുഷപ്പ് ചെയ്യുന്നോ, എത്രയധികം ഫാസ്റ്റായിട്ട്, എത്രയധികം പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് പുഷപ്പ് ചെയ്യുന്നോ, അത്രയധികം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കുറവായിരിക്കും. ഈ ഇക്വേഷൻ മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾ സ്പീഡ് കൂട്ടുമ്പോൾ ഗുണം കുറയുന്നു. അതായത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയോടെ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെയൊക്കെ പുഷപ്പിനെ മാറ്റി കഴിഞ്ഞാൽ ഒരു 10% അതിൽ നിന്ന് ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ടെമ്പോനെ കുറിച്ച്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പുഷപ്പിന്റെ സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യുക? അതായത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ പുഷപ്പിന്റെ ആ ഒരു സ്റ്റൈലിലേക്ക് നിൽക്കുക, നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് പോവുക. താഴേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ് താഴേക്ക് പോകേണ്ടത്. എങ്ങനെയാണെന്നറിയോ? പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് വളരെ സ്ലോലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കണം അത്. അല്ലാതെ സ്പീഡിൽ പോവുക എന്നുള്ളതല്ല. അതായത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമാക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് മുഴുവൻ വളരെ സ്ലോ ആയിട്ട് കൈകളുടെ മസിൽസിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കൈകൾ പതുക്കെ ബെൻഡ് ചെയ്തിട്ട് ബോഡിയെ സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മസിൽസിലുണ്ടാകുന്ന ഓരോ പ്രഷറുകളും നിങ്ങളുടെ മനസ്സിലേക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് വേണം താഴേക്ക് നിങ്ങൾ പോകാൻ. നിങ്ങളുടെ മസിൽസും നിങ്ങളുടെ മൈൻഡും തമ്മിൽ അങ്ങനെ കണക്റ്റ് ആയിക്കൊണ്ട് വേണം ആ പുഷപ്പിന്റെ താഴേക്കുള്ള മൂവ്മെന്റ് പോകുവാൻ. മേലേക്ക് പൊങ്ങുന്നതിന്റെ കാര്യത്തിൽ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ താഴേക്ക് പോയ അതേ സ്പീഡിൽ തന്നെ, ആ സ്ലോവിൽ തന്നെ മുകളിലേക്ക് വരിക. എന്നാൽ ഒരു 90% വരയ്ക്കും അങ്ങനെ സ്ലോ ആയി വന്നതിന് ശേഷം അവസാനത്തെ ആ മൊമെൻറ്റിൽ ഒരു 10% നിങ്ങളുടെ കൈകൾ നിവരുന്നത് ഒരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ ആക്കിയിട്ട് നിങ്ങൾ മാറ്റണം. അതായത് നിങ്ങളുടെ കൈകൾ പൂർണ്ണമായിട്ടും നിവരുന്ന സമയത്ത് അതൊരു പവർഫുൾ സ്ട്രെച്ചിങ് ആയിട്ട് അവിടെ മാറണം. അത് സ്ലോ ആയിരിക്കരുത് മുകളിലേക്ക് വരുന്ന സമയത്ത്. ഈ സ്പീഡ് കൺട്രോളിലാണ് പുഷപ്പിൻ്റെ എല്ലാ ടെക്നിക്കും കിടക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ, ട്രൈസെപ്സ്, ചെസ്റ്റ് മസിൽസ് എല്ലായിടത്തേക്കും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി താഴേക്ക് എത്തുന്നു. താഴെ നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക കുറച്ച് നേരം. അതിനുശേഷം വളരെ സ്ലോ ആയിട്ട് തന്നെ മുകളിലേക്ക് വരിക. മുകളിലേക്ക് എത്തുമ്പോൾ ഒരു 90% എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിവർത്തുക കൈകൾ. ഇത് പുഷപ്പിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഹാൻഡ് മസിൽസിനും ഷോൾഡർ മസിൽസിനും വളരെ നല്ലൊരു പവർഫുൾ ഷോക്ക്, ഒരു പവർഫുൾ സ്ട്രെച്ച് കിട്ടുന്ന ഒരു എക്സർസൈസായി മാറും. ഇങ്ങനെയൊന്ന് പുഷപ്പ് ചെയ്തു നോക്കൂ. നിങ്ങൾ പുഷപ്പിന്റെ മേലെയുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും നിങ്ങൾ ഒഴിവാക്കൂ. പുഷപ്പ് നമ്മുടെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആർക്കും കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ പുഷപ്പിനെ ഈ രീതിയിൽ ആ സ്ലോ ആൻഡ് സ്പീഡ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസ് ഡെവലപ്പ് ആവും. ഈ വീഡിയോ ജസ്റ്റ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും മസിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.